ഇനി ഈ വിഷയത്തിൽ ഞാൻ പ്രധാനമായും പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന അരളിപ്പൂ പലപ്പോഴും നിവേദ്യത്തിൻ്റെ മുകളിൽ തൂകുന്ന തുളസിയുടെയും ചെത്തിയുടെയും കൂടെയൊക്കെ കാണാറുണ്ട്. ഇത് വലിയ അപകടം വരുത്തി വയ്ക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ്. ചന്ദനം പോലുള്ള പ്രസാദങ്ങൾക്കൊപ്പം കൊടുക്കുമ്പോൾ ആരും ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല. എന്നാൽ അബദ്ധത്തിൽ ആരുടെയെങ്കിലും ഉള്ളിൽ ചെന്ന് പറ്റുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാനും പറ്റുകയില്ല. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും അടിയന്തരമായി പൂജക്കെടുക്കുന്ന പൂക്കളിൽ നിന്നും അരളിപ്പൂ മാറ്റേണ്ടതുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകളും ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടൊരു പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ക്ഷേത്രങ്ങളെയെല്ലാം അറിയിക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരാത്ത ഒട്ടനവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അവരും അടിയന്തരമായിട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയും അടിയന്തരമായി തന്നെ ഇത് നടപ്പാക്കേണ്ടതുമുണ്ട്. ഒരു ക്ഷേത്രങ്ങളിലും അരളിപ്പൂ ഉപയോഗിക്കുന്നില്ല എന്ന് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരും ഭരണസമിതിയും ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് സൂര്യ എന്നൊരു 24 വയസ്സുകാരി പെൺകുട്ടി അരളിപ്പൂവ് ചവച്ചതിനെ തുടർന്നാണെന്ന് പറയപ്പെടുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു എന്നൊരു വാർത്ത മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അരളിപ്പൂ അത്രമാത്രം ആണെന്ന് വേണം പറയുവാൻ. അരളിപ്പൂ മാത്രമല്ല, അരളിയുടെ ഇല, അതിൻ്റെ തണ്ട്, അതിൻ്റെ കായ എല്ലാം അപകടകാരിയാണ്. സൂര്യ മരണപ്പെട്ടത് അരളിപ്പൂ ചവച്ചത് കൊണ്ടാണ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളിലെ സത്യം എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ വിഷത്തിൻ്റെ അളവ് എത്രമാത്രം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും സാധാരണ അപകടത്തിൻ്റെ വ്യാപ്തിയും ഉണ്ടാകുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ വ്യാപകമായി വലിയ തോതിൽ ഉപയോഗിക്കുന്ന ഒരു പൂവാണ് അരളിപ്പൂവ്. പണ്ടുകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് ഉപയോഗിച്ചിരുന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ചുവപ്പ് നിറമുള്ള പൂവുകളുടെ കുറവ് നികത്തുവാനാകണം ഈ പൂവ് ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. വീട്ടിലൊക്കെ പൂജ നടത്തുമ്പോഴും ചെത്തിയുടെയും തുളസിയുടെയും ഒക്കെ കൂട്ടത്തിൽ അരളിപ്പൂവും ഒരു വലിയ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വീടുകളിലൊക്കെ പൂജയ്ക്ക് വരുന്ന പൂജാരിമാർ ലിസ്റ്റിൽ അരളിപ്പൂ എന്ന് തന്നെ എഴുതുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഓണം വരുമ്പോൾ അത്തപ്പൂക്കളം നിറയ്ക്കുവാൻ അരളിപ്പൂ ഉപയോഗിക്കുന്നുണ്ട്. ആ അരളിപ്പൂ ആണ് പെട്ടെന്ന് ഒരു വില്ലൻ വേഷം ധരിച്ച് എത്തുന്നത്. സത്യത്തിൽ പെട്ടെന്നല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അരളിപ്പൂ എത്രമാത്രം അപകടകാരിയാണ് എന്ന ഒരു പരിശോധനയിലേക്ക് നമ്മൾ പോകുന്നത്. അരളി ഒരു വലിയ മരമൊന്നുമല്ല, ഒരു കുറ്റിച്ചെടി അല്ലെങ്കിൽ ഒരു ചെറിയ മരമാണ്. യൂറോപ്പിലും ഏഷ്യയിലും വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് അരളി. ഒരു മീഡിയൻ ഡിവൈഡർ ഒക്കെ ആയിട്ടാണ് പലയിടങ്ങളിലും ഈ ചെടി കാണപ്പെടുന്നത്. വൈബ്രൻ്റ് ആയുള്ള കളറുകളിലാണ് ഈ ചെടിയുടെ പൂവ് കാണപ്പെടുന്നത്. ഏകദേശം ചുവപ്പും മഞ്ഞയും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നു. നെറിയം ഒളിയാണ്ടർ എന്നാണ് ഈ ചെടിയുടെ ശാസ്ത്രനാമം. റോസ്ബേ എന്നൊരു പേര് കൂടിയുണ്ട് ഈ ചെടിക്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അരളിയുടെ പൂവ്, ഇല, തണ്ട്, അതിൻ്റെ പട്ട ഇതിലേതെങ്കിലുമൊക്കെ ചവയ്ക്കുകയോ കഴിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ ഉള്ളിൽ ചെന്നാൽ അതിനെ നമുക്ക് ഒളിയാണ്ടർ പോയിസണിങ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ അരളിപ്പൂ, ഇല, ചില്ല, കായ എന്തുമാകട്ടെ ഉള്ളിൽ ചെന്നാൽ എത്രമാത്രം അളവിൽ അത് ഉള്ളിൽ എത്തിയിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് മരണകാരണമാകുമോ ഇല്ലയോ എന്ന് പറയുവാൻ. ഈ അരളിച്ചെടിയുടെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷപദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഡിജിറ്റോക്സിജനിൻ, നെറിൻ, ഒലിയാൻഡ്രിൻ, ഒലിയാൻഡ്രോസൈഡ്, ഇങ്ങനെ പലതുണ്ട്. അരളി വിഷബാധ ഉണ്ടായാൽ അത് പ്രധാനമായും ശരീരത്തിലെ ഇനി പറയുന്ന ഭാഗങ്ങളെയെല്ലാം ബാധിച്ചേക്കാം. ഹൃദയത്തെയും രക്തത്തെയും ഒക്കെ ബാധിക്കുമ്പോൾ അത് വിഷബാധയേൽക്കുന്ന ആളിൻ്റെ ഹൃദയമിടിപ്പ് കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, അതുപോലെ കടുത്ത ക്ഷീണം ബാധിക്കുന്നു. അരളി വിഷബാധ കണ്ണ്, ചെവി, മൂക്ക്, വായ, അതുപോലെ തൊണ്ടയിലൊക്കെയാണ് ബാധിക്കുന്നതെങ്കിൽ കാഴ്ച മങ്ങുക, കാഴ്ചയ്ക്ക് തകരാറ് സംഭവിക്കുക, വസ്തുക്കളുടെ ചുറ്റും ഒരു ഹാലോ പോലെ കാണപ്പെടുക, ഇതൊക്കെ അനുഭവപ്പെടും. വയറിനും അതുപോലെ കുടലുകൾക്കുമാണ് ഈ വിഷബാധ ഉണ്ടാകുന്നതെങ്കിൽ വയറിളക്കം, ഓക്കാനം, ഛർദി, ഭക്ഷണത്തിലുള്ള അഭിരുചി കുറയുക, വയറുവേദന, ഇതൊക്കെ ആയിരിക്കും ലക്ഷണങ്ങൾ. ഈ വിഷബാധ ഒരാളുടെ നാഡീവ്യവസ്ഥയെയാണ് ബാധിക്കുന്നതെങ്കിൽ മരണം, തികഞ്ഞ കൺഫ്യൂഷൻ, ഡിപ്രഷൻ, ഡിസോറിയൻറ്റേഷൻ, ഡിസിനസ്, ഡ്രൗസിനസ്, ഫെയിൻറ്റിങ്,
തലവേദന, ലെതാർജി ഇതൊക്കെ ഉണ്ടാകാം. ഇനി ഇതേ വിഷബാധ ഒരാളുടെ സ്കിൻ അഥവാ ത്വക്കിനെയാണ് ബാധിക്കുന്നതെങ്കിൽ തേനീച്ചക്കൂട് പോലെയുള്ള സ്കിൻ ഉണ്ടാകും. അതുപോലെ തൊലിപ്പുറത്ത് റാഷസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. യെല്ലോ ഒലിയാണ്ടർ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള അരളിയും വിഷമുള്ളവ തന്നെയാണ്. തിവേഷ്യ പെറൂവിയാന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ ചെടിയുടെയും എല്ലാ ഭാഗത്തും വളരെ കൂടിയ അളവിൽ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ഹൃദയത്തിൻ്റെ ഔട്ട്പുട്ട് ഫോഴ്സ് കൂട്ടുകയും തദ്വാര ഹൃദയമിടിപ്പിൽ സാരമായ വ്യതിയാനങ്ങൾ വരുത്തുകയും ചെയ്യും. ഹൃദയമിടിപ്പ് കുറഞ്ഞ രോഗികളിൽ ഒരു മരുന്നായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. ഇതിൻ്റെ വിഷബാധ ഹൃദയത്തെയും നമ്മുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെയുമാണ് ബാധിക്കുന്നത്. ആക്ടിവേറ്റഡ് ചാർക്കോൾ കൊണ്ടും അതുപോലെ താൽക്കാലികമായ പേസ് മേക്കർ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ക്ലിനിക്കൽ മാനേജ്മെൻ്റാണ് അക്യൂട്ട് വിഷബാധയ്ക്ക് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. രക്തം, മൂത്രം ഇതൊക്കെ പരിശോധിക്കുക, ചെസ്റ്റ് എക്സ്റേ എടുക്കുക, ECG എടുക്കുക, IV ഫ്ലൂയിഡ്സ് അതുപോലെ വിഷത്തിനുള്ള ആൻറ്റിഡോട്ട് ഇതൊക്കെ കൊടുക്കുക, വയറ് കഴുകുക, ഇതെല്ലാം ചികിത്സയുടെ ഭാഗമായി വരാറുണ്ട്. വീട്ടിലുണ്ടായിരുന്ന അരളിപ്പൂ അറിയാതെ കടിച്ചതായി സൂര്യ പറഞ്ഞിരുന്നു. അരളിപ്പൂവിൻ്റെ വിഷബാധയെക്കുറിച്ച് അറിയുവാൻ സൂര്യ തന്നെ നെടുമ്പാശ്ശേരിക്ക് വരുന്ന വഴി ഗൂഗിൾ ചെയ്തിരുന്നു എന്നും പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് പോലെ അരളിയുടെ ഏത് ഭാഗമായാലും എത്രമാത്രം ഉള്ളിൽ ചെല്ലുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ വിഷബാധ ഏൽക്കുന്നത്. ഈ മറ്റ് അസുഖങ്ങൾ വല്ലതും ഉള്ളവരാണെങ്കിൽ വിഷബാധയുടെ ആക്കം അത് കൂട്ടിയേക്കാനും മതി. സൂര്യയുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധനയ്ക്ക് ശേഷമേ നമുക്ക് കൃത്യമായ കാരണങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ. ഇനി ഈ വിഷയത്തിൽ ഞാൻ പ്രധാനമായും പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന അരളിപ്പൂ പലപ്പോഴും നിവേദ്യത്തിൻ്റെ മുകളിൽ തൂകുന്ന തുളസിയുടെയും ചെത്തിയുടെയും കൂടെയൊക്കെ കാണാറുണ്ട്. ഇത് വലിയ അപകടം വരുത്തി വയ്ക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ്. ചന്ദനം പോലുള്ള പ്രസാദങ്ങൾക്കൊപ്പം കൊടുക്കുമ്പോൾ ആരും ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാറില്ല. എന്നാൽ അബദ്ധത്തിൽ ആരുടെയെങ്കിലും ഉള്ളിൽ ചെന്ന് പറ്റുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയുവാനും പറ്റുകയില്ല. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും അടിയന്തരമായി പൂജക്കെടുക്കുന്ന പൂക്കളിൽ നിന്നും അരളിപ്പൂ മാറ്റേണ്ടതുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകളും ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടൊരു പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ക്ഷേത്രങ്ങളെയെല്ലാം അറിയിക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരാത്ത ഒട്ടനവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അവരും അടിയന്തരമായിട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുകയും അടിയന്തരമായി തന്നെ ഇത് നടപ്പാക്കേണ്ടതുമുണ്ട്. ഒരു ക്ഷേത്രങ്ങളിലും അരളിപ്പൂ ഉപയോഗിക്കുന്നില്ല എന്ന് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരും ഭരണസമിതിയും ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. തുളസിക്കോ ചെത്തിക്കോ താമരയ്ക്കോ കൂവളത്തിനോ തെച്ചിക്കോ മന്ദാരത്തിനോ മുല്ലയ്ക്കോ ഒക്കെ ഉള്ളതുപോലെയുള്ള ഒരു ദിവ്യ പരിവേഷം അരളിക്ക് ഇല്ലാത്തതുകൊണ്ട് ക്ഷേത്രങ്ങളെ അരളിമുക്തമാക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് അരളിപ്പൂ വീടുകളിൽ നട്ടു വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഈ ചെടി പറിച്ച് ദൂരെ കളയണം. കാരണം ഇതിൻ്റെ ഇലയോ കായോ പൂവോ ഒക്കെ അബദ്ധത്തിൽ കുട്ടികളുടെ ഉള്ളിൽ ചെന്ന് വിടുവാൻ സാധ്യതയുണ്ട്. അരളിക്ക് ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സിൻ്റെ നിർമ്മാണത്തിനും ചിലതരം ക്യാൻസർ ചികിത്സയിലുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും ഇതിന് വേണ്ടത്ര ശാസ്ത്ര പിൻബലം ഇല്ല എന്ന് അറിയുക. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ വ്യത്യസ്തമായ ഒരു അറിവ് തന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ആരും മറക്കരുത്. കഴിയുന്നത്ര ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.